ലൈറ്റ് ഇട്ട് കൊടുക്കടി. നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടിയിലേക്കാണ് നമ്മുടെ യാത്ര. മിനി ഊട്ടി എന്ന് കേൾക്കുമ്പോഴേ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിനി ഊട്ടി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ടെന്ന്. എന്നാൽ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഇതങ്ങനെയല്ല. ഇതൊരു കംപ്ലീറ്റ് ട്രാവൽ വ്ളോഗാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. എങ്ങനെ മിനി ഊട്ടിയിലേക്ക് എത്തിച്ചേരാം, അവിടേക്ക് ബസ് ഉണ്ടോ, അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവിടേക്കുള്ള റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ട്രാവൽ വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. മിനി ഊട്ടിയിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ സീരീസാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ട്രാവൽ. മിനി ഊട്ടിയിലേക്ക് ഞങ്ങളുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ് എക്സ്പ്ലോറിംഗ് മിനി ഊട്ടി. ഞങ്ങൾ യാത്ര തിരിക്കുന്നത് കോഴിക്കോട് നിന്നുമാണ്. കോഴിക്കോട് നിന്നും മിനി ഊട്ടിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇത് കോഴിക്കോട് നിന്ന് NH66 പുതിയ ദേശീയ പാതയാണ്, ബൈപ്പാസ്. അതിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഞാനും എൻ്റെ ഫ്രണ്ട് സിഗ്മേഷും, ഞങ്ങളുടെ ഫാമിലിയും സിഗ്മേഷിൻ്റെ ഫാമിലിയും ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര. അവർ ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ മലാപ്പറമ്പ് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. അടിപ്പാതയാണിത്. മുകളിലൂടെയാണ് വയനാട് റോഡ്. അതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഓട്ടോറിക്ഷ. അതിലാണ് മക്കളൊക്കെ ഉള്ളത്. സിഗ്മേഷിൻ്റെ ഓട്ടോറിക്ഷ, അതിലാണ് മക്കളൊക്കെ വരുന്നത്. ഞാനും വൈഫും സ്കൂട്ടറിലും. ആ കാണുന്ന ബിൽഡിങ്ങുകളാണ് ഹൈലൈറ്റ് മാളും ഹൈലൈറ്റ് ഫ്ലാറ്റുകളും. ഹൈലൈറ്റിൻ്റെ പുതിയ ഒരു ബിൽഡിങ്ങൊക്കെ അവിടെ വരുന്നുണ്ട്. അതൊക്കെയാണിത്. ശരിക്കും ഹൈലൈറ്റ് സെൻ്ററാണിത്. പന്തീരങ്കാവ് ടോൾ പ്ലാസ അതാണിത്. ഇതിന് തൊട്ടപ്പുറത്തും ഒരു ഇതേപോലത്തെ ടോൾ പ്ലാസ ഉണ്ട്.
ഒന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കും ഒന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടിക്കുമാണിത്. ആ കാണുന്നതാണ് കടവ് റിസോർട്ട്. നമ്മളങ്ങനെ രാമനാട്ടുകരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് ഇടത്തോട്ട് കട്ട് ചെയ്ത് പോകണം, അതായത് കൊണ്ടോട്ടി റോഡിന് പോകണം. രാമനാട്ടുകര ടൗണ് വലത്തോട്ട് പോകണം. നമ്മളിതാ ഈ ഇടത് വഴിക്ക് അങ്ങോട്ട് പോവുകയാണ് കൊണ്ടോട്ടി റോഡിന്. അങ്ങനെ നമ്മൾ കൊണ്ടോട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴി എടവണ്ണപ്പാറയ്ക്കാട്ടോ ഈ ഇടത്തോട്ടുള്ള റോഡ്. വലതുവശത്താണ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോയിട്ട് വേണം പോകാൻ. കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മൾ മഞ്ചേരി റോഡിന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നെടിയിരുപ്പ് എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ വലത്തോട്ടുള്ള റോഡിന് പോകണം. ഈ നെടിയിരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലം വരെ മാത്രമേ നമുക്ക് ബസ്സുകളൊക്കെ സർവീസുള്ളൂ. അവിടെ നിന്നൊരു 10 കിലോമീറ്റർ അകലെയാണ് മിനി ഊട്ടി ഉള്ളത്. അവിടേക്ക് നമുക്ക് ബസ് സർവീസ് ഇല്ല. അപ്പോൾ നമ്മൾ നെടിയിരുപ്പിൽ വന്നിട്ട് ഓട്ടോറിക്ഷ വിളിക്കുകയോ ടാക്സി വിളിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ വരികയോ ചെയ്യണം. ഇതിൽ കയറ്റണല്ലേ? നല്ല കയറ്റം. ഇനിയാണ് മക്കളെ ഈ റോഡിൻ്റെ സ്ഥിതി കണ്ടോ. ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതാണ് റോഡിൻ്റെ സ്ഥിതി. ഒരു രക്ഷയില്ല. ഞാൻ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യേണ്ട വന്ന്. ഓട്ടോറിക്ഷയൊക്കെ എങ്ങനെ വരുമോ ദൈവത്തിനറിയാം. അതേപോലത്തെ കുണ്ടും കുഴിയും ചളിയും. ശരിക്കൊരു ഓഫ് റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ശരിക്ക് ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ആണോ എനിക്കറിയില്ല, ഇവിടുത്തെ ആളുകൾ വളരെയധികം അവഗണനയോടെ നോക്കുന്ന റോഡാണെന്ന് തോന്നുന്നു. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മിനി ഊട്ടി. പക്ഷേ അവിടേക്കുള്ള റോഡിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇത് ഇപ്പോഴൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 1 വർഷം 2 വർഷം മുന്നേ തന്നെ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു റോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സംഭവം എന്തൊക്കെയാണ്, റോഡ് പറ്റ മോശമാണ്. കുറച്ച് സ്ഥലം അപ്പം പൊട്ടിപ്പൊളിഞ്ഞ് ഇതുണ്ട്, വലിയ കുഴികളാണ്. ഇവിടെ ഒരു കോറിയൊക്കെ പ്രവർത്തിക്കും. കോറി അത് കോറിയാണ്. ചളക്കൊളാണ്. ഇതുണ്ടോ സ്ഥിതി. ഞാനിപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. ശരിക്കും ഒരു ഓഫ് റോഡാണ്. ഒരു രക്ഷയില്ലാത്ത അത്രമാത്രം കുഴിയും നടക്കാൻ പോലും പറ്റാത്ത അത്ര മോശമായ ഒരു റോഡാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഇതൊക്കെ ഭയങ്കര ചളിയാണ്. വലിയ വലിയ വണ്ടികൾ ഇതിൽ വരുന്നുണ്ട്. എനിക്കൊന്നൊരു പക്ഷേ അതായിരിക്കും ഇത്രയും ചളിക്കുളാവാനുള്ള സാധ്യത. അവിടെ അങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു 5 കിലോമീറ്ററോളം ഇതേപോലത്തെ റോഡാണേ.
ഇങ്ങോട്ട് വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഓട്ടോറിക്ഷയൊന്നും വിളിച്ചാൽ വരാൻ സാധ്യത കുറവായിരിക്കും. അങ്ങനെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോട്ടിൽ കൂടെ നമ്മൾ മിനി ഊട്ടിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വീഡിയോ മിനി ഊട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പുതിയ കാഴ്ചകൾ കാണാനായിട്ട് കുറച്ച് കാത്തിരിക്കൂ.